അങ്ങനെ ഇവളിപ്പോ ജഡ്ജ്മെന്റ് ഹാളിൽ സിധുവിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവനും വളരെ സന്തോഷത്തില് ഇവളെ കണ്ട് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പോ സിധു ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളെ സംസാരിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നു. സോ ഇവളെ അന്ന് നിങ്ങളെ സഹായിച്ചതിൽ താങ്ക്സ് പറയാനായിട്ടാണ് ഞാൻ എത്തിയത് എന്ന് പറയുമ്പോൾ ഇവൻ മിങ്ങി എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഇവള് ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ്. അപ്പൊ ഇവൻ ഒരു ബാൻഡ് എടുത്ത് കാണിച്ചിട്ട് ഇപ്പോഴും നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ഇവളോട് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വ്യക്തി നീയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്തല്ലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് ഇവനെ ഓർമ്മ വരുന്നത്. ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവളുടെ കുട്ടിക്കാലത്ത് ഇവൾ ഒരു ദിവസം അവിടുത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഭയങ്കര വിഷമത്തില് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് ഇവൾ കാണുന്നു. അവനെ കണ്ട് ഇവൾ അവിടെ സ്റ്റോപ്പ് ആയിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും എനിക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് കേട്ട് ഇവള് എന്താ നിന്റെ പാരന്റ്സ് നിനക്ക് ടിക്കറ്റ് എടുത്ത് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാനിങ്ങോട്ട് ആരും അറിയാണ്ട വന്നത്, അച്ഛനൊന്നും എന്നെ ഈ പരിസരത്തോട് അടുപ്പിക്കില്ല, എന്റെ കുടുംബത്തില് ഞാൻ മാത്രമാണ് സ്പിരിച്വൽ വെയിനില്ലാതെ ജനിച്ച വ്യക്തി, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കണ്ണിലും ഞാനൊരു യൂസ്ലെസ് ആണ്, എനിക്ക് ഒരു മത്സരം കാണാൻ പോലുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര നിരാശയിലും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സോ ഇവൾ അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്, നീ യൂസ്ലെസ് ആണെന്ന്, നീ അങ്ങനത്തെ വ്യക്തിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഇവനും ആണോ, പക്ഷെ എല്ലാരും എന്നെ അങ്ങനെയാ കാണുന്നത്, എനിക്ക് സ്പിരിച്വൽ വെയിനില്ലാതെ ഒന്നും ഇതിനകത്ത് ചെയ്യാനാവില്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ യോദ്ധാവായിട്ടുള്ള മിങ്ഷിയാനെ ഒരുപാട് ആരാധിക്കുന്നുണ്ട്, എനിക്ക് പുള്ളിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ എനിക്ക് ഒരു വട്ടം പോലും പുള്ളിയുടെ മാച്ച് നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, പുള്ളി 13ാമത്തെ വയസ്സ് മുതൽ ഈ ടൂർണമെന്റിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതാ, ഇതുവരെയും ഒരു മാച്ചിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല, ഈ വർഷം എനിക്കും 13 വയസ്സാവും, പക്ഷെ ഞാനിപ്പോഴും വേറെ ഒരു യൂസ്ലെസ് ആണ്, എനിക്ക് ഭയങ്കര വിഷമത്തിൽ പറയാണ് അതും മിങ്ഷിയാനോട്. പക്ഷേ സിധു അറിയുന്നില്ല ഇവൻ അടുത്തുള്ളത് ഇവൻ ഏറെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഇവള് നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവനോട് നിനക്ക് സ്പിരിച്വൽ വെയിൻ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ബ്രദേഴ്സ് ഉപദ്രവിക്കാറുണ്ടല്ലേ, നിന്റെ അച്ഛനും അവരെ മാത്രമാണ് ടൂർണമെന്റ് കാണാൻ അനുവദിക്കാറ്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന സഹോദരനും അച്ഛനൊക്കെയാ, എങ്ങനെ ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലേക്ക് കരയാണ്. സോ ഇവനെ ആശ്വസിപ്പിച്ചു നീ വിഷമിക്കേണ്ട, എനിക്കൊരു സഹോദരനുണ്ട്, അവനും അത്ര നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പവർ യൂസ് ചെയ്ത് ഇവന്റെ ശരീരത്തുള്ള ഇവന്റെ ബ്രദേഴ്സ് കൊടുത്ത പരിക്കിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ മായിച്ചു കളയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോഴും ഭയങ്കര നിരാശാവുകയാണ്. എനിക്കൊരിക്കലും നിങ്ങളെ ഒന്നും പോലെ ആവാനേ സാധിക്കില്ല, ഞാൻ ഇനിയും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും നിരാശനാകുമ്പോൾ ഇവളാണെങ്കിൽ ഇവന്റെ കയ്യിലുള്ള ആ ഒരു ബാൻഡ് കാണുകയാണ്. അതായത് ഈ മുട്ടിന്റെ മുകളിലേക്ക് ഇടുന്ന ആ ഒരു സംഭവമാണത്. സോ അത് കണ്ട് ഇവനോട് ഇതെനിക്ക് കടം തരോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും തരാം, പക്ഷെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ മത്സരം ഞാൻ നിനക്ക് വേണ്ടി വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ അവൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇവളും പെട്ടെന്ന് യുദ്ധകളത്തിലേക്ക് എത്തുന്നു. എല്ലാവരും ഉടനെ തന്നെ മിങ്ഷിയാൻ എന്ന് പറഞ്ഞ് ഇവൾക്കുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ മാസ്കും കാര്യങ്ങളും ധരിച്ചാണല്ലോ അതിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ഇവന്റെ ബാൻഡ് അവളുടെ കയ്യിൽ കാണുന്ന സമയത്താണ് തന്റെ മുന്നിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത് താൻ ഏറെ ആരാധിക്കുന്ന മിങ്ഷിയാൻ ആണ് എന്ന കാര്യം തന്നെ മനസ്സിലാവുന്നത്. ഇവനത് വിശ്വസിക്കാനേ ആവുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു യുദ്ധത്തിൽ പൊരുത്താനായിട്ട് തുടങ്ങുകയാണ്. സോ അതിൽ ഇവന്റെ ബാൻഡിൽ നിന്നാണ് ഇവളാണെങ്കിൽ നേരത്തെ റുവോയുടെ ഹെയർ പിൻ ഉപയോഗിച്ച് ഒരു അമ്പും വില്ലൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, അതുപോലെ ഒരെണ്ണം ഇവന്റെ ബാൻഡ് ഉപയോഗിച്ച് ഇവള് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് ശക്തമായിട്ട് എതിരാളികളെ നേരിടുകയാണ്. അവൾ ആ ഒരു മത്സരത്തിൽ പറഞ്ഞതുപോലെ ഇവന് വേണ്ടി തന്നെ വിജയിക്കുകയും ചെയ്യുകയാണ്. ഇവൻ അന്ന് ഇവളുടെ ഒരു ആണിന്റെ രൂപമാണ് കണ്ടിരുന്നത് എങ്കിൽ പോലും അവളുടേത് അതൊരു പ്രത്യേക കഴിവാണ്, അങ്ങനെ ആ ഒരു അമ്പും വില്ലും ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് അവളുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് ഇവൻ അറിയാം. സോ അത് വെച്ചിട്ടാണ് ഇവള് അന്ന് റുവോയുടെ ഹെയർ പിൻ ഉപയോഗിച്ച് ആ ഒരു അമ്പും വില്ലും ഉണ്ടാക്കിയിരുന്നല്ലോ, അത് മനസ്സിലാക്കിയിട്ടാണ് ഇത് യഥാർത്ഥ മിങ്ഷിയാനാണ് എന്ന കാര്യം പോലും ഇവൻ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവൻ അന്ന് അവൾക്ക് വേണ്ടി അനുകൂലമായിട്ട് അവിടെ ബായിയുടെ മുന്നിൽ സംസാരിച്ചത്. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു കാര്യം അംഗീകരിച്ചു കൊടുക്കുന്നില്ല, ഇവളാണ് മിങ്ഷിയാൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പ്രഫോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ, ഞാൻ വേറെ ഒരു ഫെയറി മാത്രമാണ്, അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചത്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് നിങ്ങളോടാണ് ഒരുപാട് താങ്ക്സ് പറയേണ്ടത് എന്ന് പറയുമ്പോൾ ഇവന് ഭയങ്കര നിരാശയായിട്ട് ഇപ്പോഴും നിനക്ക് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ചുറ്റും നോക്കുന്നത് കണ്ട് യഥാർത്ഥത്തിലുള്ള ഇവളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടോ എന്ന് ഓർത്തിട്ടായിരിക്കും ഇവളത് സമ്മതിക്കാത്തത് എന്ന് വിചാരിച്ച് ഇവളോട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന് പേടിക്കണ്ട, ഞാനിത് ആരോടും പറയില്ല എന്ന് പറയുമ്പോഴും ഇവളത് സമ്മതിച്ചൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇവനോട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവൻ ഓൾറെഡി തന്നെ മിങ്ഷിയാൻ ഒരു ആണായിരുന്നിട്ട് കൂടി ഒരു പ്രത്യേക ആരാധന ഉണ്ടായിരുന്ന വ്യക്തിയാണല്ലോ, പക്ഷെ അതൊരു പെണ്ണാണെന്ന് കൂടി ഇപ്പൊ അറിഞ്ഞപ്പോ ആ ഒരു ആരാധന മറ്റൊരു തരത്തിലേക്ക് ആയിരിക്കുകയാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ ഇപ്പൊ റുവോയെ അവളുടെ നാട്ടിലേക്ക് കൊണ്ട് ആക്കാനായിട്ട് പോവാണ്. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഇവളുടെ ലൈഫ് രക്ഷപ്പെടുത്തിയതിനും ഇവളുടെ അസുഖം ചികിത്സിച്ച് മാറ്റിയതിനൊക്കെ നന്ദി അറിയിക്കുമ്പോൾ ജി ആണെങ്കിൽ താൻ അതിനു വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നീ എന്നെ സഹായിച്ചതുപോലെ ഞാനും നിന്നെ സഹായിച്ചു, അത്രേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് നന്ദിയുടെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ ഇവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെടിയാണെങ്കിൽ ഇവനെ സമ്മാനിക്കുകയാണ്. അതായത് ഇവൻ ചെയ്ത നന്ദിയുടെയും സഹായത്തിന്റെയും കടപ്പാടിന്റെയും ഒക്കെ നന്ദിയായിട്ട് ഇവള് പോയാലും തന്നെ ഓർക്കണം എന്ന നിലയിൽ ആ ഒരു ചെടി നൽകുമ്പോൾ ജി ആണെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയാണ്. പക്ഷെ ബൂഷ് ആണെങ്കിൽ മാസ്റ്റർ അത് മര്യാദക്കെട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെയാണ് അത് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഈ സൂമിങ് ആണെങ്കിൽ സിധുവിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നെതർ ബീസ്റ്റുകളെ കണ്ടെത്തുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവനും
അതിന് ഒരുപാട് സമയം ആവശ്യമാണ്, പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങനെ ഒരുപാട് സമയം എടുക്കുന്നത് അപകടകരമാണ്. 100 വർഷം മുന്നേ നശിക്കപ്പെട്ട നെതർ ബീസ്റ്റ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ 6 ലോകങ്ങൾക്കും ആപത്താണ്. അതുകൊണ്ട് അതിന്റെ ഉറവിടം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു യന്ത്രം എടുത്തു വെച്ചിട്ട് ഇത് വെച്ച് നെതർ ബീസ്റ്റുകളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാവരുടെയും സ്ഥലത്ത് പരിശോധന നടത്തണം, അത് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ സിധു ആണെങ്കിൽ അത് വിശ്വസിക്കാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇവനും ബായും കൂടിയുള്ള കളിയാണ്. അതായത് ഇവർക്ക് ഇതുവരെയും ആ ഒരു ഗോൾഡൻ മില്ലറ്റ് കണ്ടെത്താനായിട്ടില്ലല്ലോ ജിയുടെ സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ജിയുടെ സ്ഥലത്ത് അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ഈ ഒരു യന്ത്രം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം, അതായത് പബ്ലിക് ആയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പോകുന്നത്. ഇവനാണെങ്കിൽ ഇത് ഇവന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇവനും ഓക്കെ പറയാണ്. അതിനുശേഷം ഇവിടെ ജി ആണെങ്കിൽ മൂൺലൈറ്റിൽ ഈ ഒരു ഫോയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ വന്ന് ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തൊരു രൂപമായിട്ട് മാറി മറു സൈഡിൽ പോയിരിക്കുകയാണ്. ഇവനും ഇവളോട് ഞാൻ വിചാരിച്ചതുപോലെ യൂസുഫ് ഫോക്സ് വംശജരെ കൊല്ലാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇവനോട് ജീബോസായി നിങ്ങൾ ഇവിടെ ഒരു ഫെയറേയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഇപ്പൊ ഇവിടെ വന്ന് എന്നെ കൊല്ലാൻ നോക്കുകയാണോ, എന്താ നിങ്ങൾക്ക് എന്റെ അടുത്ത് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ യൂസുഫ് ഫോക്സ് വംശജരെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതായത് ആ ഒരു സൂമിങ്ങിന്റെ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് ഫോയെ. അങ്ങനെയുള്ള വ്യക്തികളെ കൊല്ലാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ മുന്നേ കണ്ടല്ലോ പെട്ടെന്ന് ആൾ രൂപം മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവരെ കൊല്ലാനായിട്ട് പ്രയാസമാണ്. സോ ആ ഒരു കാര്യം ഇവൻ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ താൻ അങ്ങനെ തന്നെ ഗോത്ര രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇവനെ ഇവളുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് നല്ലൊരു കിഴി തന്നെ ഇവൾക്ക് നൽകുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ തനിക്ക് അതുപോലെ 3 ഇരട്ടി വേണം എന്ന് പറയുമ്പോൾ ഇവനും സമ്മതിച്ച് അത് കൊടുക്കുമ്പോൾ ഇവളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ യൂസുഫ് ഫോക്സ് വംശജർക്ക് അവരുടെ യഥാർത്ഥ ആത്മാവിനെ ഒളിപ്പിച്ചു വെക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്, പല രൂപങ്ങൾ അവർക്ക് സ്വീകരിക്കാം. എന്നാൽ ആ വംശത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് ഏറ്റവും വിലമതിക്കപ്പെട്ടതായിട്ട് കരുതുന്ന ഓർമ്മകൾ ഉണ്ടായിരിക്കും, ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ സോ അവരുടെ ആ ഒരു മായാലോകത്ത് ചെന്ന് ആ ഒരു ശരീരത്തെ കണ്ടെത്തി കൊല്ലാൻ സാധിക്കും എന്നൊരു കാര്യം പറയാണ്. അല്ലാത്ത പക്ഷം അവരെ കൊല്ലുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, കാരണം അവരുടെ രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇവനത് ചോദിച്ച് മനസ്സിലാക്കുന്നത് ആ ഒരു സൂമിങ്ങിനെ കൊല്ലണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ സിധു ആണെങ്കിൽ വൂഗിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാനി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവരെ അകത്തോട്ട് കടത്തി വിടുന്നില്ല. ജി ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും എന്തിനാണെന്ന് പറഞ്ഞാലും അകത്തേക്ക് കടത്തിവിടാനാവില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഇത് ബായിയുടെ ഓർഡറാണ്, നെതർ ബീസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിനൊക്കെ ആപത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ വീടും ചെക്ക് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. എല്ലാ വീടുകളും കഴിഞ്ഞു, ഇനി വൂഗി മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോഴും ഇവരാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ ഉദ്യോഗസ്ഥർ വാളെടുത്ത് ഇവർക്ക് നേരെ വീശുന്ന സമയത്ത് കറക്റ്റ് മിങ്ങിയാണെങ്കിൽ അതിനിടയ്ക്ക് കയറി വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സിധു ആ ഒരു വാള് തെറ്റിദ്ധരിപ്പിച്ച് ഇവളെ രക്ഷപ്പെടുത്താണ്. ഇവൾക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. സോ ഇവളും ഇവരോട് സിധു പറഞ്ഞു കഴിഞ്ഞല്ലോ ഗ്രാനി, നെതർ ബീസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, അത് മാത്രമല്ല ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവല്ലേ, ആ സ്ഥിതിക്ക് നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കി ജീബോസായിക്ക് ഓരോ കുരുക്കൾ ഇട്ട് കൊടുക്കുന്ന എന്തിനാണ്, അവര് പരിശോധിച്ചിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ അവരും ഒരുവിധം സമ്മതിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവനും പരിശോധനയ്ക്കായിട്ട് പോകുന്നു. പക്ഷെ അവർ മാത്രമാണ് പോകുന്നത്, ഈ ഗ്രാനി അകത്തേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ സിധു ആണെങ്കിൽ ഇവളോട് നീ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളും അവിടെയാണ് എന്ന് പറയുന്നു. ജീബോസായി എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും അവന്റെ റൂം കാണിച്ചു കൊടുക്കുന്നു. സോ അവിടെ ഇവർ രണ്ടുപേരും 2 റൂമിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത് എന്ന കാര്യം അറിയുമ്പോൾ ഇവന് മനസ്സമാധാനം ആവുകയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ അല്ല നീ എന്തിനാ ശരിക്കും ഇവിടെ നിൽക്കുന്നത്, ജീബോസായി കൊല്ലാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ അവൻ അർഹനേ അല്ല എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, അതങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ നീ ശരിക്കും ഇവിടെ ഹാപ്പിയാണോ ഓക്കെ ആയിട്ടാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ജഡ്ജ്മെന്റ് ഹാളിലെ ഒരു വ്യക്തി അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ ജഡ്ജ്മെന്റ് ഹാളിലെ ഒരു വ്യക്തിയായിട്ടല്ല നീ ശരിക്കും ഓക്കെ ആണോ എന്നിങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചോദിക്കുമ്പോൾ ഇവളും ഇവനോട് അതേന്ന് പറയാണ്. അപ്പോൾ ഇവനും വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു യന്ത്രം എടുത്ത് കാണിച്ചിട്ട് ഇതുണ്ടെങ്കിൽ എവിടെയാണ് കറക്റ്റ് ആയിട്ട് നെതർ ബീസ്റ്റ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു യന്ത്രം ആക്റ്റീവ് ചെയ്യുമ്പോൾ അതിലുള്ള എനർജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ദിശയിലേക്ക് പോവുകയാണ്. അത് കണ്ട് ഇവൾക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല, കാരണം അത് പോകുന്നത് ആ ഒരു ഗോൾഡൻ മില്ലറ്റുള്ള ആ ഒരു സ്പിരിച്വൽ വെല്ലുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് അത് തടയാൻ വേണ്ടി അയ്യോ അത് ജീബോസൈഡ് നിധി ഇരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി ഓടുകയാണ്. ഒരു റൂമിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത്. നിധി എന്ന് കേട്ട് ഇവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാണ്. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നെതർ ബീസ്റ്റിനെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സെർച്ചിങ് അല്ല, ആ ഒരു ബായിക്ക് ഗോൾഡൻ മില്ലറ്റ് വൂഗിയിലെ എവിടെയാണെന്ന് അറിയണം. സോ ഇതിന്റെ മറവിൽ അത് കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വഴിതിരിച്ച് വിട്ടേ മതിയാകൂ. സോ ഇവൾ പെട്ടെന്നാണെങ്കിൽ അയ്യോ ഇത് ജീബോസായി വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്, ഇവിടെ വെട്ടവും വെളിച്ചൊക്കെ വന്നാൽ ഉടനെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെയുള്ള എന്തെങ്കിലും കേടുപാട് പറ്റിയാലോ അദ്ദേഹം വന്ന് നമ്മളെല്ലാം കൊന്നുകളയും എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രാനിക്കാണെങ്കിൽ ഒന്നും ഇവള് പറയുന്നത് മനസ്സിലാവുന്നില്ല, കാരണം ഇതൊക്കെ അവിടുത്തെ ആക്രി വർക്കിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇവള് പറയുന്നത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലാതെ. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് കണ്ണ് കാണിക്കുന്നത് കൊണ്ട് തന്നെ സോ ഇവരും അത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്യാണ്, ഉള്ള വെളിച്ചം കൂടി ഇല്ലാതാവുന്നു. അപ്പോൾ സിധു ആണെങ്കിൽ ഇവിടെ വെട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ തീ കത്തിക്കാൻ പോകുന്ന സമയത്ത് ഇവളെ പെട്ടെന്ന് അത് കത്തിക്കരുത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ പോയി മനഃപൂർവ്വം തള്ളിയിടാണ്. ഇവനും ഇവളും കൂടി പോയി അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും മറിച്ചിടാണ്. അതിനിടയ്ക്ക് ആ ഒരു ഇവന്റെ കയ്യിലുള്ള യന്ത്രവും നശിക്കുന്നു. അതായിരുന്നു ഇവളുടെ ശരിക്കുള്ള പ്ലാൻ. അതുകൊണ്ട് തന്നെ ആ ഗ്രാനി ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഇവരും ഓടിക്കൊണ്ട് വന്ന് മിങ്ങി മോളെ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു ഗാർഡ്സിനെ മനഃപൂർവ്വം തന്നെ അവിടെയുള്ള സാധനങ്ങളുടെ മണ്ടയ്ക്കോട് തള്ളിയിടാണ്. അവിടെ ഒരു വൻ നാശനഷ്ടം തന്നെ ഇവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ ഗാർഡ്സ് ആണെങ്കിൽ എഴുന്നേറ്റിട്ട് അവിടെ വെളിച്ചുണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തീ കത്തിക്കാണ്. പക്ഷേ ഈ ഗ്രാനി ആണെങ്കിൽ മനഃപൂർവ്വം തന്നെ അയാളെ തട്ടിയിട്ട് ഇയാളുടെ കയ്യിലുള്ള തീ ആണെങ്കിൽ അവിടെ ഫുള്ള് പടർന്നു പിടിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാണ്. പക്ഷെ അവിടെ ഒരു വൻ സ്ഫോടനം തന്നെ നടക്കാണ്. സോ ഇവളും അവിടുത്തെ കത്തിക്കലിനെ കുറച്ച് ആഗ്രഹ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ജീബോസായുടെ നീതിയാണ്, നിങ്ങൾ
നശിപ്പിക്കാൻ നോക്കിയതാ. ഞാൻ പറഞ്ഞതല്ല അവിടെ തീ കത്തിക്കരുതെന്ന്. പിന്നെ എന്തിനാ കത്തിച്ചത് എന്ന് ചോദിച്ചിട്ട് ഇവളെ ഗാർഡ്സിനെ കൊല്ലാണ്. പക്ഷേ ഇവന്റെ നെതർ ബീസ്റ്റ് കണ്ടെത്താനുള്ള ആ ഒരു യന്ത്രം കൂടിയാണല്ലോ അതിനിടയിൽ ഇല്ലാതായത്. സോ ഇവളാണെങ്കിൽ അവിടെ കത്തിക്കഴിഞ്ഞ സാധനങ്ങൾ എടുത്ത് കാണിച്ച് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഞങ്ങൾ ഇനി ജീവോസായിയോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുമ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവിടെയുള്ളവരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ കാണിക്കുന്നതെന്ന്. അതിനുശേഷം ഇവനാണെങ്കിൽ ആ ഒരു ഗാർഡ്സിന്റെ അടുത്ത് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അപ്പോ നീ ഇവിടെയാണല്ലേ താമസിക്കുന്നത്, ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നത് നിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ. നിനക്ക് മനസ്സിലായി കാണല്ലോ ജീബോസായി ബായുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന്. അതുകൊണ്ട് തന്നെ ജീബോസായുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കെതിരെയും അയാൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴാണ് ജി അങ്ങോട്ടേക്ക് വന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചൊക്കെ വരുന്നത് കാണുന്നത്. ഇവനും അങ്ങോട്ടേക്ക് വന്ന് സിധുവിനോട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് പതറിയിട്ട് അഭിനയം സ്റ്റാർട്ട് ചെയ്യാണ്. ആണെങ്കിൽ ഇവനെ കൊണ്ട് പെട്ടെന്ന് ഓടി അടുത്തേക്ക് ചെന്ന് പ്രഭു എന്നെ ഇവരെ ഉപദ്രവിച്ചു, ഇവരെല്ലാം കള്ളന്മാരാ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെ മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് സിധുവിനോട് ചോദിക്കുമ്പോൾ ഇവനും നെതർ ബീസ്റ്റുകളെ കണ്ടെത്താനായിട്ട് ബായ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ജി ആണെങ്കിൽ നെതർ ബീസ്റ്റുകളെ കണ്ടെത്താനുള്ള ഉത്തരവാണെങ്കിൽ സെർച്ച് ചെയ്തോ, പക്ഷെ അതിന് എന്റെ വീട് കത്തിച്ച് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അത് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ജി ആണെങ്കിൽ ആക്സിഡന്റ് ആയിട്ടോ, വീട് കത്തിക്കുന്നതോ, എന്റെ പുരാവസ്തുക്കൾ നശിപ്പിക്കുന്നതും എന്റെ കുടുംബത്തെ ആക്രമിക്കാൻ നോക്കിയതൊക്കെ ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് അവനോട് തർക്കിക്കാനായിട്ട് പോകുമ്പോൾ ഇവളാണെങ്കിൽ സിധുവിനോട് പറഞ്ഞത് ഇതൊക്കെ വളരെ പവിത്രമായിട്ടുള്ളതാണ് എന്നാണല്ലോ, പക്ഷെ ഇതൊക്കെ പുരാവസ്തു ഐറ്റംസ് ആണ്. സോ ഇവള അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് പ്രഭു എന്റെ കൈയൊക്കെ ഫുൾ വെന്തിരിക്കുക, കണ്ടില്ലേ നല്ലോണം തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവനും ഇവളോട് നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് ഇവളുടെ മുറിവും കാര്യങ്ങളൊക്കെ മുഖത്തെ കരിയും കാര്യങ്ങളും എല്ലാം തന്നെ മായിച്ചുകളയാണ് ഇവന്റെ പവർ കൊണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ വളരെ ഇതായിട്ട് സംസാരിക്കുന്നത് കാണുന്നത് ഒന്നും തന്നെ ഇവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളുടെ കയ്യിൽ പോയി പിടിച്ച് വലിക്കാണ്. അപ്പൊ മറു സൈഡിൽ നിന്ന് ജിയും ഇവളെ പിടിച്ച് വലിക്കാണ്. ഇവളുടെ കൈ വിടുന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സൈഡിലേക്ക് ഇവളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജി ആണെങ്കിൽ സിധുവിനോട് എന്റെ പേഴ്സണെ നിങ്ങളെ എങ്ങനെ കരുതിയിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ നിന്റേതാണെന്നതിന് ഒരു ടൈറ്റിലും ഇതുവരെയും നൽകിയിട്ടില്ല, പിന്നെങ്ങനെ ഇവളെ നിനക്ക് സ്വന്തമാവുന്നത്, ഇവളെന്താ നീ വാങ്ങിച്ചോ, എങ്കിൽ പിന്നെ അതിന്റെ 10 ഇരട്ടി തരാൻ ഞാൻ തയ്യാറാണ്, അവളെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൾക്ക് വേണ്ടി അടികൂടുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ രണ്ടുപേരോടും എനിക്ക് വേദനിക്കുന്നു എന്നെ ഒന്ന് വീട് എന്ന് പറയുമ്പോഴാണ് രണ്ടുപേരും വിടുന്നത്. അപ്പോൾ ജി ആണെങ്കിൽ എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ സിധു ആണെങ്കിൽ ഇവനെ പിടിച്ചിട്ട് ഇത് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്, ക്ഷമിക്കണം, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുന്നു, ഇതിനെതിരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എല്ലാത്തിനെയും കോമ്പൻസേഷൻ ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ ജി ആണെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ച് ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ നേരെ ഇവളുടെ അടുത്തേക്ക് വന്ന് വീടാണ്. ഇവളും ഇവനെ പിടിക്കുകയാണ്. പക്ഷെ അത് ജിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവനവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ജി ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. സോ അയാളെ നിധിയൊക്കെ തള്ളിയിട്ടതുകൊണ്ടായിരിക്കും ദേഷ്യത്തിലായത് എന്ന് ചിന്തിച്ച് ഇവളാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ സംഭവിച്ചു പോയ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അവരെ അകത്തേക്ക് കയറ്റിവിടുക അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു, ഇല്ലെങ്കിൽ അവരിവിടെ നെതർ ബീസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. സോ അങ്ങനെ ഒരു സംശയം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവരെ അകത്തേക്ക് കടത്തിവിട്ടത്. അവർ നിങ്ങളുടെ നിധികളൊക്കെ കത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നിട്ട് ഇവളോട് ചോദിക്കുന്നത് നീയും ആ സിധുവായിട്ട് എന്താ ബന്ധം, നിങ്ങൾക്ക് മുന്നേ അറിയോ, അതോ ഇനി നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണോ, അതായത് ആ ബായിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണോ എന്ന രീതിയിൽ ചോദിക്കാണ്. സോ അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇവൻ ജലസ് ആയിട്ടാണ് ഇത്രയും കോപിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവനോട് എന്താ നിങ്ങൾക്ക് അസൂയാണോ, ഞാൻ അങ്ങനെ മറ്റൊരാളോടൊപ്പം പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് നിങ്ങളായിട്ടുള്ളത് ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അത്ര പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് വിവാഹം കഴിച്ചേക്കാം, നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിപ്പിച്ചേക്കാം, അപ്പൊ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ, വേറെ ഒരു പുരുഷനും എന്നെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ യഥാർത്ഥ ഉദ്ദേശം ഇവനോട് അത് അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അത് കേട്ട് ഇവൾ തമാശ പറയാണ് എന്ന് കരുതി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഇവനെ പിടിച്ചിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ ഇരുത്തി ഇവളുടെ അഭിനയം സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഇനിയും ഇങ്ങനെ പോകാൻ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ വൈഫ് ആവണം, ഒരു ലോയൽ ആയിട്ടുള്ള വൈഫ്, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന, നിങ്ങളാൽ മാത്രം സ്നേഹിക്കപ്പെടുന്ന ഒരു ഭാര്യ ആവണം, അത് എന്തുമാത്രം ഭാഗ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് തകർത്ത് ആഘാതമായിട്ട് സംസാരിക്കാണ്. പക്ഷെ ഇവനാണെങ്കിൽ അത് കേട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു മൗനത്തിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്ന കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് സിധു ആണെങ്കിൽ ഇവന്റെ ആ ഒരു പേഴ്സണൽ സ്പേസിൽ ഒരു പൂമ്പാറ്റയൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഫൂയ് ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. ഇവർ തമ്മിൽ എന്തോ മുൻപരിചയമുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇവനാണ് ഇവളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഇവളോട് നീ മിങ്ങി എന്ന് പറയുന്ന നൃത്തകയെ മൂൺലൈറ്റിൽ കൂട്ടിക്കൊണ്ട് വന്ന കാര്യം എന്നോട് എന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് പ്രഭു നിങ്ങൾ എന്നെ ഇതിനാണ് വിളിച്ചു വരുത്തിയത്, ദിവസം തോറും മൂൺലൈറ്റിൽ ഒരുപാട് നർത്തകമാര് എത്താറുണ്ട്, മിങ്ങിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയില്ലേ, അവസാനം ഞാൻ അവളെ കണ്ടെത്തി എന്ന് പറയുമ്പോഴാണ് അവള് മിങ്ഷിയാൻ അതെങ്ങനെ സാധ്യമാവുന്നത്, മിങ്ഷിയാൻ എങ്ങനെ ഒരു ഫെയറി ആവുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് അവള് തന്നെയാണ്, ഞാൻ ഒരുപാട് വർഷമായിട്ട് വിചാരിച്ചിരുന്നത് അതൊരു ആണാണ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, ഇനി നീ എന്തായാലും അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്തറിഞ്ഞാലും എന്നോട് പറഞ്ഞിരിക്കണം, എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളോട് അവള് ജീബോസായുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവൾക്കത് വളരെ ആപത്തായിട്ടുള്ള കാര്യമാണ്, ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ജഡ്ജ്മെന്റ് ഹാളിൽ ജോലിക്ക് വന്നത് വളരെ മണ്ടത്തരായി പോയിന്ന്, പക്ഷെ എനിക്കിപ്പോഴും അത് ഉപകാരമായത്, ആ വഴിയിലൂടെങ്കിലും എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് പറയുമ്പോൾ പ്രഫു നിങ്ങൾ ഇവിടെ എത്തിയത് ഗോൾഡ് മില്ലറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ, അത് ഉപേക്ഷിച്ച് വേറെ ലക്ഷ്യങ്ങളിലേക്ക് പോവുകയാണോ, മിങ്ങി ജീബോസായുടെ കൂടെയാണ് നിൽക്കുന്നത്, ജീബോസായി ആണെങ്കിൽ ബായുടെ എതിരാളിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മിങ്ങയെ സംരക്ഷിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ബായുടെ എതിരാളിയാവും എന്ന് പറയുമ്പോൾ അതിനെന്താ പ്രശ്നം, അവള് മാത്രമാണ് എന്റെ പാസ്റ്റില് എനിക്കൊരു വെളിച്ചമായിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിന് എനിക്ക് ആരെയും പേടിക്കാനാവില്ല, അതിന് 6 ലോകം കീഴടക്കേണ്ടി വന്നാൽ പോലും എന്ന് പറയുന്നതൊന്നും ഇവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവൾക്ക് ഇവനോട് ഒരു താല്പര്യം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയാനാണ് എന്നെ വിളിപ്പിച്ചെങ്കിൽ വേറൊന്നില്ലെങ്കിൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പോവരുത് എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവളങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ ഇവന്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ശരി ബൈ ബൈ എന്ന് പറയാണ്. സോ അവളെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്.
ഇവനാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ബാൻഡ് ആണെങ്കിൽ ഭയങ്കര നിധി പോലെയാണ് സൂക്ഷിച്ച് നടക്കുന്നത്. അന്ന് ആ ഒരു മത്സരം വിജയിച്ചിട്ട് ഇവന് തന്നെ ആ ഒരു ബാൻഡ് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവനിപ്പോ ഓർക്കുന്നത്. കണ്ടില്ലേ, നിന്റെ ഈ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ എന്റെ ഈ യുദ്ധം വിജയിച്ചത്. അതുകൊണ്ട് നീ അത്ര യൂസ്ലെസ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, ഉപകാരം ഉള്ളവൻ തന്നെയാണ്. ഇപ്പൊ നിനക്ക് സ്പിരിച്വൽ വെയിൻ ഇല്ലെങ്കിലും നാളെ നിനക്ക് എന്തായാലും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും നിനക്ക് ആത്മീയ സ്ഥിരകളോടെ ജനിച്ചവർ മാത്രം മതി എന്ന നിയമമെങ്കിലും ഒരു യോദ്ധാവായി ഇരുന്നുകൊണ്ട് മാറ്റാൻ കഴിയും. ഒരു ദിവസം നീയും ഏറ്റവും വലിയ ശക്തനാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ ആ ഒരു ഇരുട്ടുമൂടിക്കിടന്ന ജീവിതത്തിൽ ഒരു പ്രതീക്ഷ അവളെ നൽകിയത്. ഇവനിപ്പോ ആ ഒരു ഗോൾഡൻ മെഡൽ തേടി വന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല, ഇവന് സ്പിരിച്വൽ വെയിൻ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് നേടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവന് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി അവളെ പോലെ ഒരു ശക്തനായിട്ട് മാറുക, അവളെ കൂടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യമൊക്കെ. മിങ്ഷിയാൻ ആ ഒരു യോഗ മൗണ്ടൻസ് വിട്ടത് മുതൽ ഇവരും അവളെ തേടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇവരുടെ അടുത്താണെങ്കിൽ ഈ ബായിയുടെ പിയെ വന്നിട്ട് സിധു ആണെങ്കിൽ വൂഗിയിൽ പോയതും അവിടുത്തെ ഒരു മുറിയിൽ ആ ഒരു എൻട്രം ഫോക്കസ് ആയതും ആ സമയത്ത് മിങ്ങിയാണെങ്കിൽ അത് കോളാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവരെ വന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വിചാരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും, അതായത് മിങ്ങിക്കും ജീബോസായിക്കും മുന്നേ തന്നെ അറിയാമായിരുന്നിരിക്കണം. രണ്ടുപേരും പരസ്പരം അറിഞ്ഞിട്ടുള്ള കളിയായിരിക്കണം ഇതൊക്കെ. നമ്മുടെ മുന്നിലെ ഷോ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അവർ മൂൺലൈറ്റ് വെച്ച് പരിചയപ്പെട്ടതുപോലെ നടിച്ചത്. ആ പെണ്ണിന് എന്തൊക്കെയോ കാര്യമായിട്ട് അറിയാം, അവളൊരു സാധാരണ വ്യക്തിയായിട്ടല്ല എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നീ എന്തായാലും മൂൺലൈറ്റിൽ പോയിട്ട് അവളെ കുറിച്ച് കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സൂമിങ്ങിനെ അത് ഏൽപ്പിക്കുകയാണ്. അതായത് ഇവരിപ്പോൾ വിചാരിക്കുന്നത് ആ ഒരു ഗോൾഡൻ മില്ലറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജീബോസായും മിങ്ങിയും കൂടെ ഒരുമിച്ച് കളിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവനും ഉടനെ തന്നെ മൂൺലൈറ്റിൽ എത്തിയിട്ട് ഈ ഫൂയൊക്കെ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഇവളോട് മിങ്ങിയെ കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. അവൾ എന്ന് മുതലാണ് ഇവിടെ എത്തിയത്, എങ്ങനെയാണ് ജീബോസായി ആയിട്ട് അടുത്തത് എന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാണ്. സോ ഫൂയും അങ്ങനെ അത് പറയാനായിട്ട് അവള് എന്ന് പറഞ്ഞിങ്ങനെ പറയാനായിട്ട് വരുമ്പോഴേക്കും അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് അടിക്കാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ അത് തടയാണ്. അത് മറ്റാരുടെയും ഡ്രസ്സ് അല്ല, ഇവളുടേതാണ്, നമ്മുടെ മിങ്ങിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവളുടെ പേര് സാങ് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഇവനാണെങ്കിൽ ദേഷ്യത്തിലാണ് ഇവളുടെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷെ ഇവളുടെ ഫീസ് കാണുമ്പോൾ എന്തോ സ്ട്രൈക്ക് ആവാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു ഷോൾ വാങ്ങാൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ ഭയങ്കര അട്രാക്ട് ആയിട്ട് ഇവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. സോ ഇവളോട് എന്തോ ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാങ്ങിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇവന് വേണ്ടി ഫൂയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവനും വന്ന കാര്യം മറന്ന് ഇവളിൽ വീണുപോയി. സോ അവന്റെ ആ ഒരു താല്പര്യം മനസ്സിലാക്കി ഫൂയി ആണെങ്കിൽ ഈ ഫെയറിയുടെ പേര് സാങ് എന്നാണ്, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ വംശവും കുലവും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കാണ്. അപ്പോൾ ഇവനും അവളുടെ പേര് സാങ് എന്നാണല്ലേ എന്ന് ചോദിക്കുന്നു. ഇവൻ അവളിൽ വീണുപോയി അവളെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ മിങ്ങിക്ക് ഗ്രാനി ആണെങ്കിൽ ജി തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അത് കണ്ട് 27 അല്ല, ഇയാളൊരു യോദ്ധാവല്ലേ, ഇയാൾക്ക് അവിടെ നിന്ന് ഇത്രയും പണവും കാര്യങ്ങളൊക്കെ, ഇതിപ്പോ എന്തിനാ നിനക്കുന്നത്? ഇനി സിധുവിനെ വഴിതിരിച്ചു വിട്ടത് കൊണ്ട് അതിന്റെ നന്ദിയായിട്ടായിരിക്കോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതായിരിക്കില്ല, ഞാൻ പുള്ളിയോട് നില എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, ചിലപ്പോൾ അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് സമ്മാനങ്ങൾ ഒന്ന് ഒതുക്കുന്നത് എന്ന് പറയുമ്പോൾ 27 ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ, നമ്മളിനി എന്ത് ചെയ്യും, എങ്ങനെ ഇനി പുള്ളിയെ കല്യാണം കഴിക്കും, പുള്ളിയുടെ ഹൃദയത്തിൽ കയറി പറ്റും, ഗോൾഡും മില്ലറ്റ് കണ്ടെത്തും എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതിന് ഇനിയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടേ മതിയാവോ എന്ന് പറഞ്ഞിട്ട്, അല്ല ഞാൻ സൂമിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ട് ഇവള് പെണ്ണാണ്. അപ്പോൾ 27 ഞാൻ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താം, പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാങ് ഉടനെ വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇവളത് വിശ്വസിക്കുന്നില്ല. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ അത്തരം വലിയൊരു കാര്യം അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നോട് എങ്ങനെയാണ് മറക്കുന്നത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ചിട്ട് 27 ഞാൻ കുറച്ച് ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല മിങ്ങി, ഞാൻ പറയുന്നത് സത്യ, അവളെ ശരിക്കും വിവാഹം കഴിക്കാൻ പോവാണ്, നീ വേണമെങ്കിൽ മൂൺലൈറ്റിൽ പോയി അന്വേഷിച്ച് നോക്ക് എന്ന് പറയുമ്പോഴും ഇവളെ ശക്തമായിട്ട് അതിനെ എതിർക്കാണ്. പക്ഷേ സത്യം എന്താണെങ്കിലും അത് വിശ്വസിച്ചല്ലേ പറ്റൂ. അത് കേട്ട് ഇവർക്ക് നല്ല സങ്കടം വരെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജിയോട് വന്നിട്ട് എനിക്ക് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ ഇവനും എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവള് അന്ന് ഇവിടെ വന്നില്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൂൺലൈറ്റിലെ, അവള് വിവാഹം കഴിക്കാൻ പോവാ, പക്ഷെ അവളായിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനും ആരാളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ മിങ്ങി അതാരാണെന്ന് അറിയില്ല, പക്ഷേ യൂസുഫ് ഫോക്സ് വംശത്തിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ അത് ജിക്ക് ആരാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്, ഒരു സംശയം വരെയാണ്. അതുകൊണ്ട് തന്നെ എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം എന്ന് പറയാണ്. അതിനുശേഷം ഇവന് പോകാനായിട്ട് റെഡി ആകുമ്പോൾ ബൂഷി ആണെങ്കിൽ ഇവനോട് വന്ന് അല്ല മാസ്റ്റർ നിങ്ങൾ എന്തിനാ മൂൺലൈറ്റിൽ അവളോടൊപ്പം പോകുന്നത്, അവൾക്കെന്താ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ ഒരു സോമിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അവനാണോ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയണം. മിങ്ങിയുടെ പാരന്റ്സ് മരണപ്പെട്ടത് സംഘം കാരണമാണ്, അവള് ബായിക്കെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും നമ്മുടെ എതിരാളിയല്ല, അവരുടെ പക്ഷമല്ല, അവരുടെ പക്ഷം അല്ലാത്തത് കൊണ്ട് തന്നെ അവൾ എന്തായാലും നല്ലോണം സഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോ മിങ്ങിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് സോമിങ് വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ മിങ്ങി നമുക്ക് യൂസ്ഫുൾ ആണ്, അത് വെച്ച് സോമിങ്ങായിട്ട് അടുക്കാൻ സാധിക്കും, അവനെ കൊല്ലാനുള്ള ഒരു വഴി തുറന്നു കിട്ടും എന്ന് പറയുമ്പോൾ ബൂഷെ മാസ്റ്റർ അത് നല്ലൊരു ഐഡിയ തന്നെയാണ്, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഭൂഗിയിലെ ഭൂരിഭാഗം സ്വത്തുകളും മിങ്ങിക്ക് നിങ്ങൾ ദാനം ചെയ്തത് എന്തിനാണെന്ന്, അതെന്തായാലും നല്ല കാര്യം, അവളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ മാസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ചെയ്തത്, പക്ഷേ ഈ പൊട്ടൻ ഡ്രാഗന്റെ ബുദ്ധിയിൽ ഇവൻ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് തന്നെ ജീവിതം തിരുത്താൻ പോകുന്നില്ല, അതെ അതെ എന്ന് തന്നെ പറയാണ്.